എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. യാ, പ്രിൻസിന്റെ ഫാമിലി എങ്ങനെ ഉണ്ടാവും? വളരെ മോശം ഫാമിലി ആയിരിക്കും. അതൊക്കെ അട്ട സപ്പോർട്ടായിരിക്കുമോ? എങ്ങനെയായിരിക്കും? ഒരു സപ്പോർട്ടായിരിക്കാം. എന്നാലും ആ ഫാമിലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അല്ലെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് എഴുതൂല. അതൊരു സത്യം. ഒന്നില്ലെങ്കിൽ നല്ല എതിർപ്പുള്ള ഫാമിലി, അല്ലെങ്കിൽ പ്രിൻസിനെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി. അതെ, അതുകൊണ്ടാണ് ആ ഒരു സാധനം വരുന്നത്. മിക്കവാറും സപ്പോർട്ടായിരിക്കാം. നോക്കാം. എന്തായാലും ദിലീപ് നായകനാവുന്ന സിനിമയാണ്. സിനിമ റിലീസിനെത്തുന്നത് മെയ് 9 യാ, ബിൻഡോ സ്റ്റീഫനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് സാരിഷ് മുഹമ്മദ്. യെസ്. ഓക്കെ, എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ സെക്കൻഡ് ടീസർ അല്ലടാ അത്? ഇതിന് മുമ്പ് ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിന് മുന്നേ ടീച്ചർ അല്ലല്ലോ വന്നത്. ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ടീച്ചർ വന്നോ? ഓർമ്മയില്ല. ഒരു ജാതിയൊക്കെ കാണിച്ചിട്ട്. ആ ശരിയാ. അല്ലേ? അത് വന്നായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും ഇത് അടുത്ത ടീസറാണ്. കണ്ടു നോക്കാം. വെറും 44 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ, നോക്കാം. എന്താ അതിലുള്ളത് നോക്കാലോ. എനിക്ക് സീന്, ഇങ്ങനത്തെ സീന് കണ്ട ഓർമ്മ എന്താ അറിയോ? പ്രത്യേകിച്ച് ദിലീപ് കൂടിയാണെങ്കിൽ കല്യാണം അപ്പുറത്തെ പാത്രത്തിൽ നിന്ന് എടുത്ത് തിന്നണ. ഓക്കെ, ഇനിയുടെ ആർക്ക് ചോറ് വേണ്ടേ? ഇവിടെ ചോറ് ഒറ്റക്കൊള്ളോ? അല്ല, മോളുണ്ട്. മോള് ഏത് ക്ലാസ്സിലാ? മക്കളൊക്കെ എത്രയായി? അങ്ങനെ കല്യാണപ്രായ പിള്ളേരെ? അല്ല, എന്റെ കല്യാണമായിട്ടില്ല. സോറിടാ, ഇറ്റ്സ് ഓക്കെ. തമിഴ്നാടനല്ലേ? ശരി. എന്തതിന്റെ സബ്ജക്റ്റ് ആവല്ലേ? കല്യാണം കഴിക്കാതെ പ്രശ്നമുണ്ടോ അവൾക്ക്? പ്രശ്നത്തിന്റെ ആണോ ഇനി കിട്ടാത്തതാണോ എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. കിട്ടാതിരിക്കാനുള്ള മുതലല്ലല്ലോ അത്. കാരണം അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കുടുംബം തന്നെ. അതൊരു സത്യം. വീടും പിന്നെ എന്തായിരിക്കും ഇനി അനിയനെങ്ങാനും വലിയ ശല്യം? അല്ല, അനിയനൊരു തുറപ്പനാണെന്നുള്ള ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അതിന് മുന്നേ കെട്ടിയതുകൊണ്ട് എന്തോ അസുഖം ഉണ്ടെന്ന് നാട്ടില് ഒരു കരക്കമ്പി കാണിക്കുന്നുണ്ടോ? ഇല്ല, ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടായിരുന്നില്ലേ? ശരിയാ, ധ്യാനിന് ഒരു ഭാര്യ ഉണ്ട്. അപ്പൊ എന്താ സംഭവം? അനിയൻ അത് തന്നെ ആയിരിക്കണം. അനിയൻ മുന്നേ കെട്ടി, അതോടെ കുടുങ്ങി. പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നാട്ടുകാർ പറയുന്നത് എന്തായിരിക്കും? ഏട്ടനെ നിർത്തി അനിയനെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനെന്തോ പ്രശ്നമുണ്ട്. ഒന്നില്ലെങ്കിൽ ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട്. ഇതൊക്കെയാണല്ലോ അവിടെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും മോശമില്ലാത്തൊരു ടീസർ. പ്രത്യേകിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതിനെ കുറിച്ച് പുറത്തു വന്നിട്ടുള്ളതും അങ്ങനെയാണ്. ഒരു നോർമൽ സാധാരണ മൂവി, ഒരു സാധാരണ ഫാമിലി. അതിന്റെ ഈ ടീസറുകളിലൊക്കെ ആ സാധനം കാണാനും ഉണ്ട് കേട്ടോ. വലിയ ഒരുപാട് സംഭവങ്ങളൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഒരു ഫീൽ ഗുഡ് അടിക്കുന്നുണ്ട്. ഉർവശി, പിന്നെ ബിന്ദു പണിക്കർ, പിന്നെ മഞ്ജു പിള്ളൈ, ഇങ്ങനെ 3 സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുള്ള സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരാൾ അമ്മച്ചി, ഒരാൾ പിന്നെ ഒരാൾ ആരോ, മറ്റേ വല്ല ആന്റിമാരൊക്കെ ആയിരിക്കും. രഞ്ജി പണിക്കരെ, ജോണി ആന്റണിയുടെ ഭാര്യയായിട്ട് ആരെങ്കിലും ഉണ്ടാവും? ജോണി ആന്റണി ആരായിട്ട്? ജോണി വാക്കർ അല്ല, ജോണി ആന്റണി ആരോ ആണ്. എന്താണെങ്കിലും ഞാൻ വേറൊരു കാര്യം എന്താണെന്നറിയോ, ദിലീപിന്റെ ഒരു ഫീൽ ഗുഡ് സിനിമ വന്നിട്ട് പോസിറ്റീവ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, അത് വേറെ റേഞ്ച് ആയിരിക്കും. അതുപോലെ ഒരു സെല്ലുണ്ട് ആൾക്ക്. അതൊക്കെ ഇങ്ങനെ എന്താ പറയാ, പാതി മയക്കത്തിൽ ഇരിക്കുകയാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇളക്കം ഉണ്ടാവും. ഒരാളുടെ ആരാധകൻ എന്നുള്ള രീതിയിൽ മാത്രം നിൽക്കാത്ത കുറേ ആൾക്കാരില്ലേ? പല സമയങ്ങളിലും ഓരോരുത്തർ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ മാറി 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 വന്ന് സിനിമാ ലവേഴ്സായി മാറി. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന ആൾക്കാരുടെ ആളായിരുന്നു എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ, അതായത് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നിന്നത്
ദിലീപ് ഫാനായിട്ടായിരിക്കും. സത്യം ഒരു കാലഘട്ടം തന്നെയുണ്ട് ദിലീപ് ഫാൻ. നമ്മുടെ കുട്ടിക്കാലം ഏറ്റവും ഞെട്ടിച്ചതും കളർഫുള്ളാക്കിയതും ശരിക്ക് ദിലീപാണ്. ഒരു കാലഘട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ട്. ഒരു 95 96 മുതലങ്ങോട്ട് 2010 വരെ അല്ലെങ്കിൽ 2012 വരെയൊക്കെ ഏകദേശം ദിലീപിന്റെ ടൈമായിരുന്നു. എൻ്റെ പെരുന്നാളാഘോഷം അതായിരുന്നു കേട്ടോ. പെരുന്നാളിനൊരു സിനിമ കാണും. അത് ഇവിടെ ഇടയ്ക്കരയൊക്കെ തിയേറ്റർ ഉള്ളൊരു കാലഘട്ടം, കുറേ അപ്പൊ ഒരുപാട് പ്രായമായി കണക്കൂട്ടരുത്. ഞാൻ ഐസായിട്ട് അതാണ് കൊറേ വർഷങ്ങൾക്ക് മുന്നേ അതൊന്ന് ഇട്ടത്. നിങ്ങള് പ്രശ്നമുണ്ട്, അത് എനക്കും കൂടിയുള്ള പണിയാണ്, നമ്മളും കൂടിയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പം അന്നത്തെ സമയത്ത് നമ്മുടെ മൂത്താപ്പാൻ്റെ അമ്മായിയുടെ മക്കളൊക്കെ വരും. എന്നിട്ട് ഞങ്ങൾ ഒരുക്ക് കൂട്ടിയ ക്യാഷ് കൊണ്ട് ഒരു സിനിമക്ക് പോക്കുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ കണ്ടതാണ് മീശ മാധവൻ, പറക്കും തളിക, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതായത് ഈ സിനിമകൾ ഇതിൽ ഇവിടെ വരണം, അവിടെയൊക്കെ അതിന് മുമ്പേ വരും. നിലമ്പൂരൊക്കെ ഫസ്റ്റ് റിലീസ് ചെയ്യും. ഇത് ബി ക്ലാസ് തിയേറ്ററിലേക്ക് പിന്നെ വരുള്ളൂ. അതിന് കാത്തിരിക്കും. അങ്ങനെ പെരുന്നാൾ ആഘോഷം ദിലീപിൻ്റെ കൂടെ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴേ ഒരു നല്ല ഒരു പോസിറ്റീവ് അടിക്കണേ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ഇത് തെറ്റിക്കാനായിട്ട് നീ എന്നോട് പറഞ്ഞേൽപ്പിച്ചല്ലടാ, ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട്. ഷാരിസ് മുഹമ്മദ് പ്രത്യേകം പറഞ്ഞായിരുന്നു, നീ പറയുമ്പം ഒരു പ്രാവശ്യം ഒന്ന് തെറ്റിച്ചു പറയണം, അപ്പോഴേ മറ്റുള്ളവർക്ക് അതൊന്നും കൂടി ക്ലിയർ എടുത്തു പറയുമല്ലോ. ഈഗോ അടിക്കണ്ട. ഇന്നലെ ലിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതന്നെ അതൊക്കെ ഇവർക്ക് വേണ്ടിട്ടേ ദിലീപിനോട് തെറ്റിക്കേണ്ടി വന്നോ? ദിലീപിന്റെ ഇപ്പൊ എന്ത് തെറ്റിക്കും, എങ്ങനെ തെറ്റിക്കും? നമ്മള് തമ്മിൽ തെറ്റും, ദിലീപ് നമ്മൾ തെറ്റും. അവരതൊക്കെ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. പണ്ട് മുതലേ നമ്മള് വലിയ ബിൽഡപ്പും കൊടുത്തു. ആഘോഷം, പെരുന്നാൾ ആഘോഷം ദിലീപിന്റെ കൂടെ എന്ന് പറഞ്ഞ ആൾക്കാര് ദിലീപിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞ എങ്ങനെ ഇരിക്കും? എന്താണെങ്കിലും തെറ്റിക്കുന്നില്ല. അതെ, ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റ് ആണ്, ആളുടെ സ്ക്രിപ്റ്റിൽ വരുന്ന ഒരു ഫീൽ ഗുഡ് മൂവി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും അത് ഗംഭീരം തന്നെ ആവട്ടെ. എന്തായാലും ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണണം. അത് ചെറിയ ചില്ലറ കാര്യമൊന്നുമല്ല. അത് ആരാന്ന് കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജ് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമല്ല കേട്ടോ. ഒരിക്കലും പല ആൾക്കാരും കമന്റ് ഇടുന്നുണ്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോസിന്റെ അടിയിൽ തന്നെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഇത് പ്രൊമോഷൻ അല്ല, അങ്ങനെ പറയുന്ന ഒരാളും അല്ല ലിസ്റ്റിൻ സ്റ്റീഫൻ. ഓക്കെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇവരൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതൊക്കെ പ്രൊമോഷൻ ആയിരുന്നു. ആ സമയത്ത് നമ്മൾ പുറത്താവുന്ന നമുക്ക് അവിടെ അറിഞ്ഞൂടാ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം പറഞ്ഞു. ആ സമയത്ത് നമ്മള് എമ്പുരാൻ സിനിമയില് മറ്റേ ബൈജു പറയുന്ന ഡയലോഗ് പോലെ ഇപ്പൊ എന്തായി, അവരൊന്നായി. ഇപ്പൊ നമ്മളെന്താ, അവരൊക്കെ അണ്ണനും അവരൊക്കെ ഇന്ന മക്കളും നായിന്റെ മക്കളും ആ അവസ്ഥയിലേക്ക് എത്തരുത്. എന്തായാലും ഇത് ചെറിയൊരു വിഷയം തന്നെയാണ് കേട്ടോ. എന്തായാലും ആള് പറയുന്നത് എന്താന്നുള്ളത് ആദ്യം കാണാം. ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊടുത്തിട്ടുണ്ട്. സോ ഒരു വലിയ മാരപ്പഴക്കത്തിന് ഇന്ന് തിരികൊടുത്തിയേക്കാണ്. അതുവരെ ആരും പ്രതീക്ഷിച്ചില്ല. ഞാനീ പറയുമ്പോ ആ നടന്നിത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറും. പാവം പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് എന്റെ തലയിലാവല്ലോ. അയ്യോ, ഇത് അറിഞ്ഞ ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തിരിച്ചുവരവിന്റെ പാതയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടനാണ്. ആള് വീണ്ടും പഴയ പാതയിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നുള്ളതാണ് പ്രശ്നം. അതായത് സെറ്റിലേക്ക് ഷൂട്ടിലെത്തുന്നില്ല എന്നുള്ളതൊക്കെയാണ് കേട്ടത്. ടൈമിനെത്താതിരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. സിനിമയുടെ ചെല്ലുന്നേ ഇല്ല, പേര് പുറത്ത് പറയാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അതങ്ങ് വിട്ടേക്കുന്നു. ഏകദേശം ഊഹിച്ചെടുക്കാം. എന്തായാലും പുറത്തു വരും. സിനിമയാണ്, സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുറത്തു വരും.
ഒരു കാര്യം രഹസ്യമായിട്ട് കൂടാ. അതാണ്, അത് അങ്ങനെയാണ് ആ ഫീൽഡ്. ആ ഫീൽഡ് എന്നല്ല, എല്ലാ ഫീൽഡിലും അങ്ങനെയൊക്കെ തന്നെ. എന്താണെങ്കിലും സംഭവം ആള് മനസ്സിലാക്കുക. ഇത് ആള് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഒന്നുമല്ല, ആള് പറഞ്ഞ്, അതെ, ആളുടെ നല്ലതിന് വേണ്ടി ആള് പറഞ്ഞു കൊടുത്ത കാര്യം. ആള് ഒരുപാട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതാണ്, അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കേണ്ടി വരും റൂമില്. എന്താണെങ്കിലും തിരിച്ചു വരട്ടെ. അപ്പൊ എന്തായാലും പോവല്ലേ, പോവാം. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എന്താടാ നീ ചിരിക്കുന്നത്? അല്ല, ഇത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കാര്യം വ്യക്തമായില്ലേ, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായില്ലേ. ഇനി മറ്റുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ പിന്നെ അതൊക്കെ പറയാന്നുള്ളതാ, അത് പറയണ്ട. അതെ അതെ, സംഭവം വലിയ, അതായത് കോളിളക്കം സൃഷ്ടിക്കുന്ന വലിയ തെറ്റൊന്നല്ല, പക്ഷെ ആ രീതിയിൽ നോക്കുമ്പോൾ വലിയ തെറ്റും. അതെ, അത് ആള് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അത് പറഞ്ഞു കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളത്. എന്തായാലും വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.